ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റവും അതുകൊണ്ടുണ്ടാകാവുന്ന പോസിറ്റീവ് ഇമ്പാക്റ്റുകളെ പറ്റിയാണ്. അതായത് 2025 ഒക്ടോബർ 18 സർവേശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം കർക്കിടക രാശിയിൽ, അതായത് വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുകയാണ്. ആ രാശിമാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ 2025 അത്യപൂർവമായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ഗുരുവിൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റത്തെ കാണാം. ഒക്ടോബർ 18 വ്യാഴഗ്രഹം അഥവാ ഗുരുഗ്രഹം കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. കർക്കിടക രാശിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുഗ്രഹത്തിന് ഏറ്റവും ബലം നൽകുന്ന രാശിയാണ്, അതായത് ഗുരുവിൻ്റെ ഉച്ചരാശി. പക്ഷേ നമ്മൾ ഇപ്പോൾ ആ ഗുരു മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ മെയ് 14 ഗുരു മിഥുനം രാശിയിൽ വന്നത്. സാധാരണയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഗുരു ഒരു രാശി വന്നു കഴിഞ്ഞാൽ ആ രാശിയിൽ ഒരു വർഷത്തോളം സ്ഥിതി ഉണ്ടാവും. അതേസമയം ഇപ്പം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു മെയ് 14 വന്നതെങ്കിൽ 2026 മെയ് വരെ അവിടെ ഉണ്ടാകണം. എന്നാൽ ആ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു അതിചാരിയാണ്, അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു ഗുരു. അപ്പം ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ആ മിഥുനം രാശി കടന്ന് ഒക്ടോബർ 18 കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കേണ്ടുന്ന ഒരവസ്ഥ വരുന്നത്. പക്ഷേ കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിൻ്റെ സഞ്ചാര വേഗത കുറയും. ക്രമേണ ആ ഗുരു വക്രത്തിലാകും. ഡിസംബർ 5 തിരികെ കർക്കിടക രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് ആ ഗുരു വക്രത്തിൽ മിഥുനം രാശിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഒരു ഹ്രസ്വകാലത്തേക്കുള്ള ഒരു രാശിമാറ്റം, ഏകദേശം 48 ദിവസത്തോളം മാത്രമേ ആ ഗുരു അതിൻ്റെ ഉച്ചരാശിയിൽ ഉണ്ടാകുകയുള്ളൂ. അതിനുശേഷം ആ ഗുരു തിരികെ വീണ്ടും മിഥുനം രാശിയിലേക്ക് മാറുന്നു. അപ്പോൾ ഹ്രസ്വകാലത്തേക്കുള്ള രാശിമാറ്റമാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം. പ്രത്യേകിച്ച് അത് ആ ഗുരു ആ രാശിയിൽ നിന്നിട്ട് അതിൻ്റെ 5, 7, 9 രാശികളിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുകയാണ്. അത് നമുക്ക് വളരെ പല തലങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും അത്? അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് അത് വഴിതെളിക്കും. അത് ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ആ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരുവിൻ്റെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. ധനുക്കൂറുകാർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനാണ്, ലഗ്നരാശ്യാധിപനാണ്. അതുപോലെ തന്നെ 4ാം ഭാവാധിപനാണ്, സുഖസ്ഥാനാധിപനുമാണ്. അപ്പം ജന്മരാശ്യാധിപനും 4ാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ 7 മിഥുനം രാശിയിൽ സഞ്ചരിക്കുകയാണ്. ഒക്ടോബർ 18 ആ ഗുരു 7ാം ഭാവരാശിയിൽ നിന്നും അഷ്ടമരാശിയിലേക്ക്, കർക്കിടക രാശിയിലേക്ക് രാശി മാറുകയാണ്. ഈ അഷ്ടമരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഈ രാശിമാറ്റം എന്ന് പറയുന്നത് സ്ഥായിയല്ല, അത് ഹ്രസ്വകാലത്തേക്കുള്ള ഒരു രാശിമാറ്റമായിട്ട് കാണുക. അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ മാത്രം. സാധാരണ ഗുരു ഒരു രാശിയിൽ വന്നാൽ, ഇപ്പോൾ ഗുരു 7ാം ഭാവരാശിയിൽ മിഥുനം രാശിയിൽ വന്നത് കഴിഞ്ഞ മെയ് 14 അപ്പോൾ ആ രാശിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം വരെ ആ രാശിയിൽ ഗുരു ഉണ്ടാകണം. പക്ഷേ എന്തുകൊണ്ട് 7ാം ഭാവരാശി സഞ്ചരിക്കുന്ന ഗുരു പെട്ടെന്ന് 8ാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു എന്ന് ചോദിച്ചാൽ, 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഗുരു, ആ രാശി സഞ്ചരിക്കുന്ന ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു. ഗുരു ഇപ്പോൾ അതിചാരിയാണ്. അപ്പോൾ അതിചാരിയായി അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഒക്ടോബർ 18 ആ ഗുരു 7 നിന്നും 8ലേക്ക് രാശി മാറേണ്ടി വരുന്നത്. അതായത് കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്.
ക്രമേണ കർക്കിടക രാശിയിൽ ആ അഷ്ടമരാശിയിലാണ് ഗുരു വരുന്നതെങ്കിലും ആ ഗുരു അഷ്ടമരാശിയിൽ വേഗത കുറയുകയാണ്. വേഗത കുറഞ്ഞ് വക്രത്തിലായി തിരികെ വീണ്ടും 7ലേക്ക് ഡിസംബർ 5 ആ ഗുരു 7ലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അഷ്ടമത്തിൽ വരുന്ന ഗുരു, അതായത് അഷ്ടമരാശിയിൽ ഉച്ചസ്ഥനാകുന്ന ഗുരു ഈ കൂറുകാരുടെ 2, 4, 12 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ജന്മരാശാധിപൻ ലഗ്നരാശാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലേക്കാണ് ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നത്. അത് പൊതുവെ ജന്മരാശാധിപൻ അഷ്ടമത്തിലേക്ക് വരുന്നത് അത്ര ഗുണകരമല്ല. എങ്കിലും ചില കാര്യങ്ങളിൽ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് നിഗൂഢശാസ്ത്രങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്, പാണ്ഡിത്യം കൂടുന്ന സമയമാണ്. ഗവേഷണത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ പൊതുവെ നമുക്ക് നമ്മുടെ സത്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം, ആത്യന്തിക സത്യം കണ്ടെത്തുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. അന്യരെ സഹായിക്കുന്നതിനും മതപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. പൊതുവെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ധനച്ചെലവ് ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് 4ാം ഭാവാധിപനാണ് 8ലേക്ക് ഉച്ചസ്ഥിതനാകുന്നത്. അപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ധനച്ചെലവ് കൂടുന്ന സമയം എന്ന് പറയാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പലവിധ ചെലവുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ധനവിനിയോഗത്തിൽ നമ്മൾ കെയർ കൊടുക്കണം. ദൂരയാത്രകൾക്ക്, അല്ലെങ്കിൽ പഠനകാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിന്, അല്ലെങ്കിൽ സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ ഗുണം കിട്ടുന്ന പദ്ധതികൾക്ക്, ഇവയ്ക്കെല്ലാം തന്നെ നമുക്ക് പണച്ചെലവുണ്ടാകും. കുടുംബകാര്യങ്ങൾക്ക് ഒക്കെ തന്നെ പണച്ചെലവ് ഉണ്ടാകാവുന്ന സമയമാണ്. അതേസമയം ഈ കൂറിലെ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോണിറ്ററി ഗെയിനിനും സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ജോയിൻ്റ് അസറ്റുകൾ പുനർവിന്യാസം നടത്തിയുള്ള സാമ്പത്തിക നേട്ടമായിരിക്കാം. പ്രത്യേകിച്ച് ഇവരുടെ സംസാരം 2ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. 2ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് നല്ലതാണ്. പക്ഷേ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവരാശി മകരരാശിയാണ്. അത് ഗുരുവിൻ്റെ നീചരാശിയാണ്. അപ്പോൾ നമ്മൾ സംസാരത്തിൽ അല്പം കെയർ കൊടുക്കുന്നത് നല്ലതാണ്. അതായത് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. അവിടെ നമുക്കൊരു ശ്രദ്ധ കൊടുക്കണം. കുടുംബ വിഷയത്തിൽ നമ്മൾ ഒരു കരുതലൊക്കെ വേണ്ടുന്ന സമയമാണ്. അനവസരത്തിലുള്ള സംസാരങ്ങളൊക്കെ ചിലപ്പോൾ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ബിഹേവ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ 4ാം ഭാവാധിപനും കൂടിയാണ് ഗുരു. 4ാം ഭാവത്തിൽ ഇപ്പോൾ കണ്ടകശനി സമയവും കൂടിയാണ്. അവിടെ ആ 4ൽ നിൽക്കുന്ന ശനി നവംബർ വരെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ആ കണ്ടകശനി ദോഷമൊക്കെ മാറും. മാത്രമല്ല 4ാം ഭാവരാശാധിപൻ 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഉച്ചരാശി നിന്നുകൊണ്ട് 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4ാം ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ വീട് പുതുക്കൽ, സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, അതുപോലെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പണം മുടക്കൽ, അല്ലെങ്കിൽ വീട് വാങ്ങുക, വസ്തു വാങ്ങുക, അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ കുടുംബ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധ, അതിൻ്റെ കമ്മിറ്റ്മെൻ്റൊക്കെ കൂടും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മിറ്റ്മെൻറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലവും വരാൻ സാധ്യതയാണ്. കാരണം അഷ്ടമരാശി നിന്നുകൊണ്ടാണ് 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നത്. മാത്രമല്ല 4ാം ഭാവാധിപൻ 8ൽ നിൽക്കുകയുമാണ്. അപ്പോൾ അത് നമുക്ക് കുടുംബ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചെലവ് കൂടാം, സുഖച്ചെലവ് കൂടാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സുഖച്ചെലവ് കൂടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടതിനൊക്കെ ചെലവ് നടത്തുക, വേണ്ടാത്തതൊക്കെ ഒഴിവാക്കി പോകാനുള്ള ഒരു മനോഭാവം ഈ സമയത്ത് ഉണ്ടാകണം. പൊതുവെ നമുക്ക് അനാവശ്യ ചെലവെന്ന് പറയാൻ പറ്റില്ല. അപ്പം നല്ല കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കും എന്ന് തന്നെ പറയാം. കാരണം 12ലേക്കും കൂടെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. 12ലേക്കൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ 12ൽ വേഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ചിലവ് വരും, പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും. അപ്പോൾ സുഖ ചിലവെന്ന് പറയാം. ഇപ്പോൾ ചിലപ്പോൾ സന്തോഷം, സന്താനങ്ങൾക്ക് വേണ്ടി, സന്താനങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി ഒക്കെ ഉള്ള ചിലവായിരിക്കും. ഇപ്പോൾ 4ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 4ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവേ നമുക്ക് കുടുംബത്തിലൊക്കെ സുഖം, സന്തോഷം,
സമാധാനമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഈ ക്രിസ്തു കാലയളവ്. പ്രത്യേകിച്ച് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടും, മാതാവിനൊക്കെ സന്തോഷം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. പൊതുവേ നമുക്ക് പഠനത്തിൽ ശ്രദ്ധ കൂടും, തത്വചിന്തകളുണ്ടാകും, ആത്മീയ പുരോഗതി വരും, ഈശ്വരചിന്തയൊക്കെ ഈശ്വരീയമായ കാര്യങ്ങൾക്ക്, പരോപകാര പ്രവർത്തനങ്ങളിൽ, ധർമ്മപ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകുന്ന സമയമായിട്ട് ഈ ഗുരുവിൻ്റെ രാശിമാറ്റത്തെ കാണാം. ഇനി മകരക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു ഈ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദത്തിൽ പെടുന്നവർ, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം മകരക്കൂറുകാർക്കും ലഗ്നക്കാർക്കും, ഈ കുറു മാത്രമല്ല ലഗ്നവും എടുക്കണം, കൂറുകാർക്കും ലഗ്നക്കാർക്കും ഗുരു 3-ാം ഭാവാധിപനുമാണ്, 12-ാം ഭാവാധിപനുമാണ്. അങ്ങനെ 3ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 6 മിഥുന രാശിയിൽ സഞ്ചരിക്കുകയാണ്. ഇഷ്ടസ്ഥാനത്തല്ല, സ്ഥാനബലം ഇല്ല. ഒക്ടോബർ 18 ആകുമ്പോൾ 6 നിന്ന് ആ ഗുരു 7 ഇഷ്ടസ്ഥാനത്തെ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. ഈ 7-ാം ഭാവരാശി എന്ന് പറയുന്ന കർക്കിടക രാശി ഗുരുവിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഈ രാശി മാറ്റം എന്ന് പറയുന്നത് സ്ഥായിയായിട്ടുള്ളൊരു മാറ്റമല്ല, ദീർഘകാലയളവിലേക്കുള്ളൊരു മാറ്റമല്ല, പകരം ഹ്രസ്വകാലത്തേക്കുള്ള ഒരു മാറ്റമാണ്. അതായത് ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ മാത്രമേ ആ ഗുരു 7-ാം ഭാവരാശിയിൽ ഉണ്ടാകുകയുള്ളൂ. സാധാരണ ഗുരു ഒരു രാശിയിൽ വന്നാൽ 1 വർഷത്തോളം ആ രാശിയിൽ ഉണ്ടാകണം. ഇപ്പോൾ ഗുരു 6-ലാണ് വന്നത്. കഴിഞ്ഞ മെയ് 14-നാണ് ഗുരു 6-ാം ഭാവരാശിയിൽ വന്നത്. പക്ഷേ അടുത്ത 2026 മെയ് വരെ ആ ഗുരു ആ 6-ൽ തന്നെ ഉണ്ടാകണം. എന്നാൽ 6-ൽ സഞ്ചരിക്കുന്ന ഗുരു 6-ൽ നിന്ന് പെട്ടെന്ന് 7-ലേക്ക് മാറുന്ന ഒരവസ്ഥ വരുന്നു. കാരണം 6-ൽ സഞ്ചരിക്കുന്ന ഗുരു അതിചാരിയായി അതിവേഗത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ഒക്ടോബർ 18-ന് 6-ൽ നിന്നും 7-ലേക്ക് കർക്കിടക രാശിയിലേക്ക് ആ ഗുരുവിന് രാശി മാറേണ്ടി വരുന്നത്. എന്നാൽ കർക്കിടക രാശിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ഈ ഗുരുവിൻ്റെ വേഗത കുറയും. അങ്ങനെ ഗുരുവിൻ്റെ വേഗത കുറയുകയും ക്രമേണ ആ ഗുരു വക്രത്തിലാകുകയും തിരികെ വീണ്ടും ഡിസംബർ 5 6-ലേക്ക് രാശി മാറുകയും ചെയ്യുന്നു. അങ്ങനെ അപ്പം അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസംബർ 5 വരെ മാത്രമാണ് ആ 7-ാം ഭാവരാശിയിൽ ആ ഗുരു വരുന്നത്. ഇപ്പോൾ ഗുരുവിൻ്റെ രാശിമാറ്റം ഹ്രസ്വകാലത്തേക്കാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ്, അതിൻ്റെ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നമുക്കുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ആ ഗുരു 7-ലേക്ക് വരുമ്പോൾ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു, നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു, അതിൻ്റെ 3-ാം ഭാവരാശിയിലും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ജന്മരാശി, 3-ാം ഭാവരാശി, 11-ാം ഭാവരാശി, അവിടെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ 3-ാം ഭാവാധിപനാണ് 7-ലേക്ക് വരുന്നത്, കേന്ദ്രസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, മീഡിയ പ്രവർത്തകർ, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ, പ്രഭാഷണം നടത്തുന്നവർ, മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, മോട്ടിവേഷൻ കോഴ്സ് നടത്തുന്നവർ, മോട്ടിവേഷൻ സ്പീച്ച് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ കൂടുതൽ ഡിപ്ലോമാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന സമയമായിരിക്കും, കൂടുതൽ ദയാലുവാകും, ജീവിത പങ്കാളിയുടെയൊക്കെ സഹായം വളരെ കൂടുതൽ കിട്ടുന്ന സമയം എന്ന് തന്നെ പറയാം. ബന്ധുക്കളും സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ശക്തമാകുന്ന സമയമാണ്. സഹോദരങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകും. പ്രത്യേകിച്ച് അയൽവക്കക്കാരുമായിട്ടും ഒക്കെയുള്ള ഒരു ബന്ധം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഗുരു 7-ാം ഭാവരാശിയിൽ 3-ാം ഭാവാധിപൻ 7-ലേക്ക് വരിക വഴി ഉണ്ടാകുന്നത് എന്ന് പറയാം. കുറച്ച് പ്രത്യേകിച്ച് ധൈര്യം, വീര്യം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. നല്ല ഒരു സ്വഭാവ മഹിമയൊക്കെ ഈ സമയത്തുണ്ടാകും. നമുക്കെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യമായി പരിഹരിക്കും. ഫ്രണ്ട്സുമായിട്ടും സാമൂഹ്യ ബന്ധങ്ങൾ, കാരണം 11-ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. 11-ലേക്കൊക്കെ ദൃഷ്ടി വരുമ്പോൾ സുഹൃത്തുക്കളുടെ സഹായങ്ങൾ, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയുള്ള നേട്ടങ്ങൾ ഒക്കെ ഈ സമയത്തുണ്ടാകാം. ക്രിയേറ്റിവിറ്റി വഴി, പഠനം വഴി, ഉപാസനാദി കാര്യങ്ങളിൽ, അതുപോലെ സന്താനം, ഇവർ വഴിയൊക്കെ നമുക്ക്
ഒരു അനുകൂല അന്തരീക്ഷം, നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രണയബന്ധമൊക്കെ വളരെ ശക്തമാകും. ബിസിനസ്സിലും പാർട്ട്ണർഷിപ്പിലൊക്കെ ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഉയരുന്ന സമയമായിരിക്കും. പാർട്ടികളിലും ഫംഗ്ഷനിലുമൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരുന്ന സമയമാണ്. സുഹൃത്ത് ബന്ധങ്ങൾ പുതുക്കാൻ അവസരമുണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തും. ധനപരമായിട്ടൊരു സ്റ്റെബിലിറ്റിയൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും. വിവാഹ ആലോചനകൾക്ക് വന്ന തടസ്സങ്ങളൊക്കെ മാറും. റിലേഷൻഷിപ്പൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. സാത്വിക ചിന്തയും പരിജ്ഞാനവുമുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് സഹായകമായിട്ടുള്ള ഒരു രാശിമാറ്റമാണ്. കാരണം 7 ആ ഗുരു ഉച്ചസ്ഥിതനായിട്ടാണ് വരുന്നത്. അപ്പം പൊതുവെ അന്യരുടെ ദുഃഖങ്ങളിൽ, അന്യരുടെ വേദനകളിൽ ഒക്കെ നമ്മൾ പങ്കാളിയാകും. ദൂരയാത്രകൾക്കോ സത്സംഗത്തിലോ ഒക്കെ പങ്കെടുക്കുന്നതിന് സാധ്യത കാണുന്നു. പൊതുവെ ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടുന്ന സമയമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ഫോക്കസ് കൂടും. വ്യക്തിത്വത്തിന് തിളക്കമുണ്ടാകും. പൊതുവെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാവുന്ന സമയമായിട്ട് ഈ ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെയുള്ള സമയത്ത് നമുക്ക് കാണാം. നമ്മുടെ ചില ആഗ്രഹങ്ങൾ ഈ സമയത്ത് സാധിച്ചിരിക്കും. ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും ഗുരു കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കുംഭക്കൂറുകാർക്ക്, കുംഭലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് ധനഭാവാധിപനാണ്. 2ാം ഭാവാധിപനുമാണ്, 11ാം ഭാവാധിപനുമാണ്. അങ്ങനെ 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 5ാം ഭാവരാശിയിൽ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. മിഥുന രാശിയിൽ സഞ്ചരിക്കുകയാണ്. ഒക്ടോബർ 18 ആകുമ്പോൾ ഈ 5ാം ഭാവരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഗുരു പെട്ടെന്ന് 6ലേക്ക് കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. ഈ 6ാം ഭാവരാശി അല്ലെങ്കിൽ കർക്കിടക രാശി ഗുരുവിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഈ രാശിമാറ്റം എന്ന് പറയുന്നത് സ്ഥായിയല്ല, ഹ്രസ്വകാലത്തേക്കുള്ളൊരു മാറ്റമാണ്. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ മാത്രമേ ആ ഗുരു 6ൽ ഉണ്ടാവുകയുള്ളൂ. സാധാരണയായിട്ട് ഗുരു ഒരു രാശിയിൽ വന്നാൽ, ഇപ്പോൾ ഗുരു ഈ കുറുകാരുടെ 5ൽ നിൽക്കുകയാണ്. 5ൽ ആ ഗുരു വന്നത് മെയ് 14നാണ്. അപ്പോൾ ഒരു വർഷത്തോളം ഗുരുഗ്രഹം ഒരു രാശി വന്ന ഒരു വർഷത്തോളം ആ രാശിയിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ആ ഗുരു 5ാം ഭാവ രാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ വേഗത വർധനവ്, വേഗത കൂടുതൽ കൊണ്ട് അതിചാരിയായിട്ട് അതിവേഗതയിൽ ഗുരു സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഒക്ടോബർ 18-ന് 5ൽ നിന്നും 6ലേക്ക് ആ ഗുരുവിന് രാശി മാറേണ്ടുന്ന ഒരവസ്ഥ വരുന്നത്. പക്ഷേ അത് 6ൽ പ്രവേശിച്ച് കഴിയുമ്പോൾ, കർക്കിടക രാശിയിൽ ഗുരു വന്നു കഴിയുമ്പോൾ ക്രമേണ ആ ഗുരുവിൻ്റെ ആ വേഗത കുറയും. വേഗത കുറയുകയും ആ ഗുരു വക്രത്തിലാകുകയും തിരികെ വീണ്ടും ഡിസംബർ 5ഓടുകൂടി 5ലേക്ക് ഇഷ്ടസ്ഥാനത്തേക്ക് ആ ഗുരു രാശി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഗുരുവിൻ്റെ രാശിമാറ്റത്തെ ഒരു ഹ്രസ്വകാല മാറ്റമായിട്ട് വേണം നമ്മൾ കാണേണ്ടത്. ആ ഗുരു 6ലേക്ക് വന്നു കഴിഞ്ഞാൽ 2ലേക്കും 10ലേക്കും 12ലേക്കും ദൃഷ്ടി ചെയ്യും. അപ്പം ഗുരു അനിഷ്ടസ്ഥാനത്താണ് വരുന്നതെങ്കിലും അതിൻ്റെ ദൃഷ്ടികൾ ഇഷ്ടസ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഉണ്ടാക്കും നോക്കാം. തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും. തൊഴിലിടത്ത് 6ാം ഭാവരാശിയിലാണ് ആ ഗുരു വരുന്നത്. 6 പറയുമ്പോൾ നമ്മുടെ വർക്ക് പ്ലേസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. നമ്മുടെ ഡെയിലി റൂട്ടിനൊക്കെ സുഗമമാകും. കൂടുതൽ അച്ചടക്കം തൊഴിലിടത്ത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. ധനവിഷയങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ഇപ്പോൾ 2ാം ഭാവാധിപൻ 6ൽ വരിക എന്ന് പറയുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനധികൃത മാർഗങ്ങൾ വഴി ധനാഗമത്തിന് സാധ്യതയുണ്ട്. ആ അനധികൃത മാർഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചതിയാകാം, വഞ്ചനയാകാം, തെറ്റിദ്ധാരണ സൃഷ്ടിക്കൽ വഴി ആകാം, സംശയപരമായ ഇടപാടുകളിലൂടെയൊക്കെ ചിലപ്പോൾ ധനവരവിന് സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു ശ്രദ്ധിക്കണം. നമ്മുടെ കൈവശം വരുന്ന പണം നേരായ മാർഗമാണോ ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളാണോ എന്നുകൊണ്ട് നമ്മൾ ഒന്ന് വിലയിരുത്തി പോകണം. ധനവരവിന് സാധ്യതയുണ്ട്. അത് നേരായ മാർഗങ്ങളിലൂടെയല്ല, ഇല്ലീഗലായിട്ടുള്ള ഒരു എൻറിച്ച്മെൻറ്റ് അവിടെ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ഗുരു 11-ാം ഭാവാധിപനാണ്. 11-ാം ഭാവാധിപൻ 6-ൽ വരിക എന്ന് പറയുമ്പോൾ മാതൃബന്ധുക്കൾ വഴി നമുക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാം. നമുക്ക് കേസോ എന്തെങ്കിലും വ്യവഹാരങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങൾ വഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അതുവഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വർക്കിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. പൊതുവെ സേവന മനോഭാവം കൂടുന്ന സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ തിളങ്ങുന്ന സമയമായിരിക്കും. തൊഴിലിടത്തൊക്കെ നമുക്ക് പുത്തൻ ആശയങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ആ ആശയങ്ങൾക്ക് സ്വീകാര്യതയുണ്ടാകും. അത് തൊഴിലിൽ നമുക്ക് ഉയർച്ചയ്ക്കും മറ്റുള്ളവരുടെ അപ്രസിയേഷനും മറ്റുള്ളവരുടെ സഹകരണത്തിനൊക്കെ സ്ഥാനക്കയറ്റത്തിനൊക്കെ നമുക്കത് വഴിതെളിക്കുമെന്ന് മനസ്സിലാക്കുക. ചിലർക്ക് ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഈ സമയത്ത് കിട്ടിയെന്ന് വരാം. ചിലപ്പോൾ നമ്മൾ അഡീഷണൽ വർക്കിലൂടെ തന്നെ ധനാഗമം കണ്ടെത്തും. കാരണം ഗുരു 6-ലാണ് വന്ന് നിൽക്കുന്നത്, വർക്ക് പ്ലേസ്. അപ്പോൾ നമുക്ക് ഈ 2-ാം ഭാവാധീനം 6 വരിക എന്ന് പറയുമ്പോൾ അഡീഷണൽ വർക്കിലൂടെ, കൂടുതൽ അധ്വാനത്തിലൂടെ നമുക്ക് പണം കണ്ടെത്താനുള്ള, അത് നേരായ മാർഗങ്ങളിലൂടെയുള്ള ധനനേട്ടവും കൂടെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതേസമയം ചിലർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ലോൺ വഴി, ഇപ്പോൾ ലോണൊക്കെ അപേക്ഷിച്ച് കാത്തിരിക്കുകയാണ്, എന്തോ തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ മാറിക്കിട്ടി. അങ്ങനെ ലോൺ വഴിയൊക്കെ, വായ്പകൾ വഴിയൊക്കെ നമ്മുടെ കൈവശം പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ അങ്ങനെ നമുക്ക് പണപരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ നമുക്ക് അത് ഏതെങ്കിലും രീതിയിൽ വന്നു ചേരും എന്നുള്ളതാണ്. കാരണം ഈ 2-ാം ഭാവാധിപൻ 6 നിന്നിട്ട് 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ 2-ാം ഭാവാധിപൻ 2-ലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യണം. അത് നമുക്ക് സമ്പാദ്യം വർദ്ധിക്കുന്നതിനും ധനാഗമം കൂടുന്നതിനും, അത് ചിലപ്പോൾ പണം കടം വാങ്ങിയെങ്കിലും നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ 12-ൽ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിദേശത്തൊക്കെ 6 നിന്നുകൊണ്ടാണ് 12 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ നമ്മൾ സേവനം ആഗ്രഹിക്കുന്നവർ, വർക്ക് ആഗ്രഹിക്കുന്നവർ, തീർച്ചയായിട്ടും അവർക്കത് അനുകൂല സമയമായിട്ട് നമുക്കിത് കാണാം, ആ ഗുരുവിൻ്റെ രാശിമാറ്റം. അപ്പം വിദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വിദേശയാത്രകൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് വിസ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ആ തടസ്സങ്ങൾ മാറിക്കിട്ടും, ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും. അപ്പോൾ വിദേശവുമായിട്ടുള്ള വിദേശ ബന്ധത്തിന് അനുകൂലമായിട്ടുള്ള സമയം എന്ന് തന്നെ പറയാം. അതേസമയം നമുക്ക് ഈ യാത്രകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലവുകൾ വരാം. മാത്രമല്ല കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടുന്ന സമയമാണ്. 2-ാം ഭാവാധിപൻ 2-ൽ തന്നെ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കുടുംബ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പണച്ചെലവുണ്ടാകാം. ചിലപ്പോൾ പണം കടം വാങ്ങി നമ്മൾ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടി വരും. അപ്പം വിവിധ മാർഗങ്ങളിലൂടെ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഭാവിയിൽ നമുക്ക് ആ 12-ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഭാവിയിൽ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഉള്ള പണച്ചെലവ് ഈ സമയത്തുണ്ടാകാം. ഭാവിയിൽ നമുക്ക് സാമ്പത്തിക നേട്ടം കിട്ടുന്ന പദ്ധതികളിലൊക്കെ കാശ് മുടക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് ഉണ്ടാകും. ദീർഘകാല നേട്ടങ്ങൾ കിട്ടുന്ന പദ്ധതികൾക്ക് വേണ്ടി പദ്ധതികളിൽ കാശ് മുടക്കി അങ്ങനെയൊക്കെ പണച്ചെലവ് ഉണ്ടാകുന്നതിനും സാധ്യതയാണ്. പക്ഷേ അത് നല്ല കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അങ്ങനെ പൊതുവെ നമുക്ക് വിവിധ സോഴ്സുകളിൽ നിന്ന് പണം വരുന്നതിനും അതേസമയം പല കാര്യങ്ങൾക്കായിട്ട് ആ പണം സ്പെൻഡ് ചെയ്യുന്നതിനും ആ ഗുരു കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്ന ആ പീരീഡിൽ ഈ കുംഭക്കുറുകാരെയും കുംഭലഗ്നക്കാരെയും അതിലേക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും ഗുരു കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കുറുകാർ എന്ന് പറയുമ്പോൾ പൊരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരാണ്. അപ്പം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ഗുരു, ലഗ്നരാശ്യാധിപനാണ് ഗുരു. അപ്പോൾ ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള ഗുരു അതുപോലെ 10-ാം ഭാവാധിപനുമാണ് ഗുരു. അപ്പോൾ ജന്മരാശ്യാധിപനും 10-ാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ 4-ാം ഭാവമായ സുഖസ്ഥാനമായ മിഥുനം രാശിയിൽ ആ ഗുരു സഞ്ചരിക്കുക. ഒക്ടോബർ 18-ന് 4-ൽ നിന്നും ആ ഗുരു 5-ലേക്ക് കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. അതായത് ഗുരു കർക്കിടക രാശി ഗുരുവിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ഗുരുവിന് ഏറ്റവും ബലമുള്ള രാശിയിലേക്കാണ്
ആ ഗുരു ഒക്ടോബർ 18 രാശി മാറുന്നത്. പക്ഷേ ഈ ഗുരുവിൻ്റെ രാശിമാറ്റം ഹ്രസ്വകാലത്തേക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 5 വരെ മാത്രമേ ആ ഗുരു ആ രാശിയിൽ ഉണ്ടാവുകയുള്ളൂ. സാധാരണ ഗുരു ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം അവിടെ നിൽക്കണം. ഇപ്പോൾ 4 ഗുരു കഴിഞ്ഞ മെയ് 14 മിഥുനം രാശിയിൽ വന്ന ഗുരു. അപ്പോൾ അടുത്ത 2026 മെയ് വരെ ആ ഗുരു മിഥുനം രാശിയിൽ ഉണ്ടാകണം. പക്ഷേ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ഗുരു ഇപ്പോൾ വളരെ വേഗത്തിൽ അതിചാരിയായി അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒക്ടോബർ 18 ആകുമ്പോൾ ആ ഗുരു ആ 4-ാം ഭാവരാശി മിഥുനം രാശി കടന്ന് അടുത്ത രാശിയായ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കേണ്ടുന്ന അവസ്ഥ വരുന്നത്. പക്ഷേ കർക്കിടക രാശിയിൽ ഗുരു പ്രവേശിച്ചു കഴിഞ്ഞാലോ ആ ഗുരുവിന് വേഗത കുറയുന്നു. ആ ഗുരു വക്രസ്ഥിതിയിലാവുന്നു. ക്രമേണ ഡിസംബർ 5 കർക്കിടക രാശിയിൽ നിന്നും തിരികെ ആ 4-ാം ഭാവമായ മിഥുനം രാശിയിലേക്ക് ആ ഗുരു മടങ്ങി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഹ്രസ്വകാലത്തേക്കുള്ള രാശിമാറ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ പൊതുവെ അത് ഹ്രസ്വകാലത്തേക്കാണെങ്കിലും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ 5 കർക്കിടക രാശിയിലേക്ക് വരുന്ന ഗുരു അവരുടെ പ്രത്യേകിച്ച് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു, ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു, നേട്ടത്തിൻ്റെ സ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഇഷ്ടസ്ഥാനങ്ങളിലാണ് ആ ഗുരുവിൻ്റെ ദൃഷ്ടി. ഗുരുവിൻ്റെ സ്ഥിതിയും ഇഷ്ടസ്ഥാനത്താണ്. അപ്പോൾ ഗുരുവിൻ്റെ രാശിമാറ്റം സ്ഥിതി നല്ലതാണ്, ദൃഷ്ടികളും നല്ലതാണ്. അപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഈ സമയത്ത് ഈ മീനക്കുറുകാർക്ക് ഉണ്ടാകും എന്ന് പറയാം. ഇപ്പം മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഗുരുവിൻ്റെ രാശിമാറ്റം വളരെ ഗുണാനുഭവങ്ങൾക്ക് വഴിതെളിക്കും. പ്രത്യേകിച്ച് ലഗ്നാധിപനായിട്ടുള്ള ഗുരു 5 വരികയാണ്. അത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്, പഠിതാക്കൾക്ക്, അതുപോലെ സന്താനങ്ങൾക്ക്, ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, അധ്യാപകർക്ക്, സന്താനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക്, കലാകാരന്മാർക്ക്, ഇവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രാശിമാറ്റമായിട്ട് ഈ ഗുരുവിൻ്റെ രാശിമാറ്റത്തെ കാണാം. ഗുരുക്കന്മാരുടെ കടാക്ഷം ഉണ്ടാകുന്ന സമയം, ആത്മീയമായിട്ടുള്ള ആത്മജ്ഞാനം ഉണ്ടാകുന്ന സമയം, മന്ത്രങ്ങളിലും അതുപോലെ ഈശ്വര ചിന്തയിലും ഉപാസനാദി വിഷയങ്ങളിലുമൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയം, അതൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ ഓഹരി വിപണിയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ് നടത്തുന്നവർക്ക് ഒക്കെ തന്നെ വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. പ്രാർത്ഥന, ധ്യാനം ഇവയിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. അതുപോലെ തന്നെ അഗതികൾക്ക് സഹായം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ സ്വീകാര്യത ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചില ഭാഗ്യാനുഭവങ്ങൾ ഈ സമയത്ത് അവർക്കുണ്ടാകും. അത് സഡനായിട്ട് വരുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ, അത് ചിലപ്പോൾ ഇന്നലെകളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഗുണഫലമാകാം. ഇപ്പം ചിലപ്പോൾ അത് പല രീതിയിലായിരിക്കാം ആ ഭാഗ്യനേട്ടം അവർക്ക് ഉണ്ടാകുന്നത്. കമിതാക്കളുമായിട്ടുള്ള അനിശ്ചിതത്വമൊക്കെ മാറും. പ്രണയ പങ്കാളി വഴിയൊക്കെ ചില ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പം നിയമമേഖലയിൽ, തത്വശാസ്ത്രങ്ങളിൽ ഇവയിലൊക്കെ നമുക്ക് വളരെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തിളക്കം ഉണ്ടാകുന്ന സമയമാണ്. പിതാവിൻ്റെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഗുണം ചെയ്യും, ഗുരുക്കന്മാരുടെ. അതുപോലെ തന്നെ നമുക്ക് സീനിയർ അധ്യാപകരുടെ, അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഈ സമയത്ത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ക്രമേണ മാറുന്ന സമയമെന്ന് പറയാം. കാരണം നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഗുരു ദൃഷ്ടി ചെയ്യുന്നു, ഭാഗ്യസ്ഥാനത്ത് ഗുരു ദൃഷ്ടി ചെയ്യുന്നു, ജന്മരാശിയിൽ ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അപ്പം നല്ല ചിന്തകൾ, സാത്വിക ചിന്തകൾ, ബാഡ് ഹാബിറ്റുകളൊക്കെ മാറും. അപവാദങ്ങളിൽ നിന്നും അവഹേളനങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മുക്തി നേടും. ഭാഗ്യാനുഭവങ്ങൾ, ഒരു ഡിവൈൻ ബ്ലിസ് നമുക്കുണ്ടാവും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ജീവിത പങ്കാളി വഴി, അല്ലെങ്കിൽ ബിസിനസ് വഴി, അല്ലെങ്കിൽ ദൂരയാത്രകൾ വഴി ഒക്കെ ചില ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ
നമ്മൾ കുറേ കാലമായി ആഗ്രഹിച്ചു വന്ന ചില കാര്യങ്ങൾ ഈ സമയത്ത് സാധിച്ചെടുക്കും. അതിനുള്ള സാമ്പത്തിക നേട്ടങ്ങൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമെന്ന് പറയാം. ധർമ്മപ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകും. ജ്യേഷ്ഠ സഹോദരൻ വഴി നേട്ടം ഉണ്ടാകും. ജ്യേഷ്ഠന് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഫ്രണ്ട്സ്, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സോഷ്യൽ സർക്കിൾ, സാമൂഹ്യ ബന്ധങ്ങൾ, ഇവയൊക്കെ തന്നെ നമുക്കനുകൂലമാണ്. അവരുടെയൊക്കെ സഹായം നമുക്കുണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും പാർട്ടികളിലോ ഫംഗ്ഷനിലോ ഒക്കെ പങ്കെടുക്കുന്നതിന് സാധ്യതയുണ്ട്. പുതിയ ആളുകളൊക്കെ പരിചയപ്പെടുന്നതിന്, അവരെ മീറ്റ് ചെയ്യുന്നതിന്, അതുവഴി ഗുണാനുഭവം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള നമുക്ക് വിദേശ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനും അതിന് യാത്രകൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. പൊതുവെ നമ്മുടെ വ്യക്തിത്വത്തിന് തിളക്കമുണ്ടാകുന്ന സമയമായിരിക്കും. നമ്മളെപ്പറ്റി നല്ലത് മറ്റുള്ളവർ പറയുന്ന സമയം എന്ന് പറയാം. കാരണം ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരികയാണ്. അപ്പം ജന്മരാശിയാധിപൻ ജന്മരാശിയിൽ തന്നെ ദൃഷ്ടി ചെയ്യുമ്പോൾ അത് തിളക്കം ഉണ്ടാകുന്ന സമയമായിരിക്കും. അപ്പം പൊതുവേ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഡിവൈൻ പരമായിട്ടും നമുക്ക് സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു രാശിമാറ്റമായിട്ട് ഈ ഗുരുവിൻ്റെ രാശിമാറ്റത്തെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.